കനകം, എന്നമ്മാ? ചിലപ്പോൾ തോന്നുവേ നമ്മൾ ഈ അടുക്കള ജോലി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജനിച്ചതെന്ന്. കൊച്ചുനാളി മുതൽ തുടങ്ങിയതാ, അതിപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. அம்மா எனக்கு ஆனால் 2 நாள் கிச்சனில் ஏறாமல் இருந்ததுன்னா மனசுக்கு ரொம்ப கஷ்டமாக இருக்கும்மா. எனக்கு இந்த கிச்சனில் ஏறி இந்த பாத்திரம் எல்லாம் எடுத்து கறிக்குள்ளதெல்லாம் அரிஞ்சு அதை வச்சு நம்ம சமைச்சு யாருக்காவது அது கொடுத்து அவங்க அதை சாப்பிட்டுட்டு ரொம்ப நல்லா இருக்குன்னு சொல்லும்போது என்னோட மனசுக்கு ரொம்ப நிம்மதி. அதுதான் என்னோட சந்தோஷம். അതൊക്കെ ശരി തന്നെ, എന്നാലും ഇത് കുറച്ച് കടുപ്പമാ. ജീവിതകാലം മുഴുക്ക അടുക്കളയിൽ കിടന്നിങ്ങനെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് കാര്യമായ ചർച്ചയാണല്ലോ രണ്ടുപേരും. நாங்க அப்படிதான் உலகத்தில் இருக்கிற எல்லா விஷயமும் சொல்லிட்டு தான் நாங்க சமைப்போம். അതൊരു ഭാഗ്യം അടുക്കളയിൽ കൂടെ ഒരാളുള്ളത്. അവിടെ കുഴുപ്പളത്താണെങ്കിൽ ഞാൻ തന്നെ ജോലി ചെയ്ത് മടുത്തമ്മേ. എങ്ങാനും ചേട്ടനെ ഒന്ന് വിളിച്ചാലോ? എവിടെ വരാൻ? ഇനി അഥവാ എൻ്റെ വിളിച്ച് ഞാൻ ശല്യം സഹിക്കാന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് ഒരു ഇച്ചിരി നേരം കയറി അവിടെ ഒന്ന് വട്ടം കറങ്ങിയിട്ടൊക്കെ പോകും. അത് പടവലത്തെ അച്ഛനും അങ്ങനെയൊക്കെ തന്നെ. കൃഷി കാര്യങ്ങൾ മൊത്തം അച്ഛന് നന്നായിട്ട് ചെയ്യാൻ അറിയാം, പക്ഷെ അടുക്കളയിൽ കയറി ഒരു കട്ടൻ ചായ തിളപ്പിക്കാൻ അറിയത്തില്ലെന്നേ. അല്ല, ലച്ചു ഇവിടെ എങ്ങനെ അടുക്കള കയറുമോ? லெச்சு ஏறுவா, எப்பவாவது ஏறி ஸ்பெஷலா ஏதாவது சமைச்சிட்டு போவா. അവള് കയറാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? சொல்லு. அம்மாக்கும் லெச்சுக்கும் ஆகவே ஆகாது. அம்மா செய்யறது லெச்சுக்கும் பிடிக்காது, லெச்சு செய்யறது അമ്മാക്കും പിടിക്കാது. പക്ഷേ ലച്ചു കുഴുപ്പളത്ത് അങ്ങനെ അല്ല കേട്ടോ. എന്നെ കൊണ്ട് ഒരു ജോലി അവള് ചെയ്യിക്കത്തില്ലെന്നേ. എല്ലാം കയറി തന്നെ ചെയ്യണം. ഒരു പാത്രം മാറ്റി വെക്കാൻ സമ്മതിക്കത്തില്ല. എന്തൊരു അടുക്കും ചിട്ടയാന്നറിയാവോ? പറഞ്ഞു കൊടുക്കമ്മ. ചേച്ചിക്ക് എവിടെ എങ്ങനെ നിക്കണോന്ന് അറിയാം. നീ അത്ര മോശമൊന്നും അല്ലല്ലോ. അമ്മ, നമുക്ക് നാളെ മീൻതല മേടിച്ചാലോ? എന്നിട്ട് തലക്കറി വെക്കാം. കുറെ നാളായില്ലേ, വേറെ ആരും അടുക്കള കയറ്റണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം. എന്ന് പറയുന്നു. നല്ല വാളത്തല്ലേക്ക് ഇവിടെ കിട്ടുമോ അങ്ങനെ? പിന്നെ വാഴക്കാല മാർക്കറ്റിൽ എല്ലാം കിട്ടും. നമുക്ക് കേശുവിനോട്ട് മേടിപ്പിക്കാം. കേശുവിന് മീനൊക്കെ നോക്കി വയ്ക്കാൻ അറിയും? கேசுக்கு ரொம்ப நல்லா மீனெல்லாம் பார்த்து வாங்க தெரியும். ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ നോക്കാം. ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ട് തന്നെ. എന്തിനാ? ഞാൻ ചെയ്യട്ടെന്നേ. വേണ്ട മക്കളെ, ഞാൻ ചെയ്തോളാം. ഇവിടെ ഇങ്ങനെ ഇരുന്നിരുന്ന് മടുത്തന്റെ അമ്മേ. ഞാനിവിടെ എന്തായാലും ചെയ്യാം. എന്നാ പിന്നെ കുഴപ്പമില്ലാത്ത അമ്മയുടെ അടുക്കളയിൽ കയറി കറി വെച്ച് കഴിഞ്ഞാലേ ഇവിടുത്തെ ഫുഡിനൊരു മാറ്റമാകും. അമ്മനെ കൊണ്ട് എന്തോ കാര്യം സാധിപ്പിക്കാനുണ്ട്, അതാണ് ഈ സോപ്പിടല്. അതൊന്നും അല്ല. അല്ല, ജനാർദ്ദനെ കണ്ടില്ലല്ലോ. അത് രാവിലെ നടക്കാൻ വേണ്ടി പോയതാണ്. കുറെ നേരമായല്ലോ, കണ്ടില്ല. ചിലപ്പോ ജംഗ്ഷനിലേക്ക് എങ്ങാനും പോയി കാണുമായിരിക്കും. ഈ നല്ല ദൂരല്ലേ ഇവിടുന്ന്? 1 കിലോമീറ്റർ ഒക്കെ നടക്കാനുണ്ടാവും. 1 കിലോമീറ്ററേ ഉള്ളോ? ഓ, അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. 5 കിലോമീറ്റർ ഒക്കെ പുഷ്പം പോലെ ചേട്ടൻ നടക്കും. അപ്പൊ മോള് നടക്കത്തില്ലേ? ഇല്ലില്ല, ഞാൻ ചേട്ടൻ നടക്കുന്നത് കാണും. കുഴപ്പമില്ലാത്തച്ഛൻ പോയിട്ട് വരുമ്പോഴത്തേക്കും മിഠായി മേടിച്ചോണ്ട് വരുമോ എന്തോ. പിന്നെ മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ കഴിക്കേണ്ടി വരുമല്ലോ. മിഠായി കഴിക്കാത്ത ഒരാള്. പല്ല് കാണിച്ചേ. ഓ, കുഴപ്പമില്ലൊക്കെ പോയി ഭാഗ്യത്തിന്.